പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും തിടുക്കപ്പെട്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തല ക്ലീൻ ചിറ്റ് നൽകുന്നത് അസാധാരണമായ ഒരു നിലപാടാണ്. MLA എന്ന നിലയിൽ അനുമതി വാങ്ങിയിട്ടാണോ വി ഡി സതീശൻ വിദേശത്ത് യാത്ര നടത്തിയത് എന്നത് സംബന്ധിച്ച് നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് അനുമതി വാങ്ങിയിട്ടില്ല എന്നും ആഭ്യന്തര വകുപ്പിൻ്റെ അനുവാദം കിട്ടിയിട്ടില്ല എന്നുള്ളതുമാണ് വസ്തുതാപരമായിട്ട് പുറത്തു വന്ന വിവരം. അപ്പോൾ ആരുടെയൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ട്, എത്രത്തോളം ഫണ്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നുൾപ്പെടെ ഗൗരവപൂർണമായ ഒരു പരിശോധനയ്ക്ക് തയ്യാറാവേണ്ടതുണ്ട്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, വിദേശത്ത് നിന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ട്, ഫണ്ട് പിരിക്കുന്നതിന് അനുവാദം നേടിയിട്ടില്ല എന്നുള്ളത് ഏതാണ്ട് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഗൗരവമുള്ള പ്രശ്നം ആഭ്യന്തരമന്ത്രി തന്നെ വാർത്താ സമ്മേളനം നടത്തി ക്ലീൻ ചിറ്റ് നൽകുകയാണ്. ഇതൊരു അസാധാരണമായ സമീപനമാണ്. വി ഡി സതീശന് ക്ലീൻ ചിറ്റ് നൽകുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. വിദേശ ഫണ്ട് അഭ്യർത്ഥിക്കുകയും വിദേശ ഫണ്ട് വരികയും ചെയ്തു എന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഗൗരവപൂർണമായ ഒരു പ്രശ്നം തേച്ചുമാച്ച് കളയുന്നതിന് വേണ്ടിയുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ഉന്നം വി ഡി സതീശനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള കാര്യം കേരളം ചർച്ച ചെയ്യുമെന്നുള്ളതാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്.